ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികൾ ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് എന്ന് 1664. പരന്ത്രീസുകാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിദേശ ശക്തികൾ. പരന്ത്രീസുകാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിദേശ ശക്തികൾ ഫ്രഞ്ചുകാർ. പരന്ത്രീസുകാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിദേശ ശക്തി ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി ആരാണ്? കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ആരായിരുന്നു? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ്? പോണ്ടിച്ചേരി. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഫ്രാങ്കോയിസ് മാർട്ടിൻ. കേരളത്തിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്ന പ്രദേശം. കേരളത്തിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്ന പ്രദേശം ഏത്? മാഹി. കേരളത്തിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്ന പ്രദേശം മാഹി. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ? 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ? സൂററ്റിൽ. സൂററ്റ്. ഫ്രഞ്ചുകാർ മസൂലിപ്പട്ടണത്ത് ഫാക്ടറി സ്ഥാപിച്ച വർഷം. ഫ്രഞ്ചുകാർ മസൂലിപ്പട്ടണത്ത് ഫാക്ടറി സ്ഥാപിച്ച വർഷം 1669.